ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിടത്ത് നെഗറ്റീവ് എനർജി വരില്ല എന്ന് പറയും. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 540 ഹെർട്സാണ്. നെഗറ്റിവിറ്റിയുടെ ഫ്രീക്വൻസി 10-20 ഇതൊക്കെയാണ്. ഷെയിം, ഫിയർ, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. ഒരു 21 ഡേയ്സ് കൊണ്ട് അലൈൻമെന്റിൽ എത്താൻ പറ്റും. ചിന്തിക്കുന്ന ഓരോ തോട്ടും എനർജിയാണ്, വൈബ്രേഷൻ ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ഇമോഷൻസ് എനർജിയാണ്, ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പം നമ്മളൊരു FM നമ്മൾ ട്യൂൺ ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് FM കിട്ടുന്നുണ്ട്. ഒരു ചാനൽ മാറ്റുമ്പം കറക്റ്റ് ആ ഫ്രീക്വൻസി ആ നമ്പറിൽ നമുക്ക് ചാനൽ കിട്ടുന്നുണ്ട്. നമുക്കുള്ള കരിയറിനും നമുക്കുള്ള റിലേഷൻഷിപ്പിനും ഹെൽത്തിനും മണിക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസികൾ അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ? മൈൻഡിന് ഡിഫറൻസ് അറിയില്ല, ഇമാജിനേഷനും റിയാലിറ്റിയും ഡിഫറൻസ് അറിയില്ല. നമ്മൾ നിരന്തരം അത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ റിയൽ ആണെന്ന് വിചാരിച്ചത് നമ്മളടുത്തേക്ക് എത്തിക്കാനുള്ള ആളുകളെ നമ്മളടുത്തേക്ക് കൊണ്ടുവരും. നമുക്ക് പോലും മനസ്സിലാവില്ല ആരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ അതെങ്ങനെയാണ് ആ കാര്യം നമുക്ക് വരുന്നത് എന്നുള്ളത്. കമ്പാരിസണും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ പറ്റിയുള്ള പരാതിയും കംപ്ലയിൻസും ആണ് നമ്മൾ ചിന്തിക്കുന്നത്. പുറത്ത് ചിരിച്ചുകൊണ്ട് ഞാൻ ഫെറാറി വാങ്ങാൻ പോവാണ്, എനിക്ക് ഫെറാറി വേണം, എനിക്ക് 1 കോടി രൂപ വേണം. നടക്കില്ല. അത് ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കും ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ്. പ്രത്യേക ടിപ്സ് ഉണ്ട്. അതെ മാം, നമ്മുടെ എല്ലാവരും നോർമൽ ബ്രെയിൻ ആണ്. പക്ഷേ ചില ആളുകളുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ആയിരിക്കും. പക്ഷേ എല്ലാവരും പറയുന്നത് എല്ലാ മനുഷ്യന്റെ ബ്രെയിൻ ഒരേപോലെയാണ്, സൂപ്പർ കമ്പ്യൂട്ടറിനെക്കാളും പവറാണ്. പക്ഷേ നമ്മുടെ ബ്രെയിനെ കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സോ വല്ലതും ഉണ്ടോ? ആദ്യം ടിപ്സ് ഹീലിംഗ് തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഒരാളുടെ മൈൻഡ് സൂപ്പർ പവറിലോട്ട് എത്താനൊന്നും പറ്റില്ല. അതിന് നിരന്തരം ശ്രമിക്കണം. ഇപ്പോൾ ഒരു മെൻറ്റർ വിചാരിച്ചാലും അവർക്കത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സ്വയം തീരുമാനിക്കണം, നമ്മൾ മാറണം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് നല്ല രീതിയിലുള്ള ലൈഫ്, ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആദ്യം അത് നിങ്ങൾ ഡിസിഷൻ എടുത്തതിന് ശേഷം ക്ലാസ്സിൽ വന്ന് നിങ്ങൾക്ക് ടെക്നിക്സ് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ചെറിയൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാസ്റ്റിലുണ്ടായ ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അത് നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതിയിട്ട് ബേൺ ചെയ്ത് കളയാം. അത് ശരിക്കും ഒരു ടൈപ്പ് ഓഫ് ഇമോഷണൽ റിലീസിംഗ് ആണ്. നമ്മുടെ ട്രോമകൾ, നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം ഇപ്പൊ ഒരു സിറ്റുവേഷൻ, നമുക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ പണ്ടുണ്ടായി, ആ സമയത്ത് നമ്മൾ അത്രയും നമുക്ക് ഹേർട്ടായി, ആ ഒരു വ്യക്തി ആ രീതിയിൽ ചിലപ്പം ബോഡി ഷെയ്മിങ് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അവരോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതുക. ഇപ്പം നമുക്ക് എല്ലാ കാര്യവും നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. കുറേ കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ തന്നെ വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ട്രോമ. അതൊക്കെ നിങ്ങൾക്ക് എഴുതി നിങ്ങൾ ബേൺ ചെയ്ത് കളയുന്ന സമയത്ത് ഒരുപാട് റിലീഫ് നിങ്ങൾക്ക് കിട്ടും, റിലാക്സേഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് ഏറ്റവും സിമ്പിളും പവർഫുള്ളും ആയിട്ടുള്ള ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിടത്ത് നെഗറ്റീവ് എനർജി വരില്ല എന്ന് പറയും. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 540 ഹെർട്സാണ്. 540 ഹെർട്സ്. അതെ. നമ്മളെ നെഗറ്റിവിറ്റിയുടെ ഫ്രീക്വൻസി 10-20 ഇതൊക്കെയാണ്. ഷെയിം, ഫിയർ ഒക്കെയാണ് ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി. ഫിയർ ആണ് എല്ലാവർക്കും ഉള്ള ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം അത് ഫിയറിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ DNA ലെവൽ, സെല്ലുലാർ ലെവൽ ചേഞ്ച് ആണ് നമുക്കുണ്ടാവുക. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി ആയിരിക്കും. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പം എന്നും നന്ദി പറയുന്ന ഒരാൾക്ക് കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ അവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഈ ഫ്രീക്വൻസികൾ അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ? യെസ്. അതായത് ഇപ്പോൾ നമുക്ക് എനർജി ഉണ്ട്, നമ്മൾ അലൈവ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അത് സയന്റിഫിക്കലി പ്രൂവൺ അല്ലേ? എനർജി ഉണ്ട് അല്ലേ? വൺസ് എനർജി ഇതിൽ നിന്ന് റിലീസായാൽ, അല്ലെങ്കിൽ എനർജി ബോഡി വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായി? മരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഓരോ തോട്ടും എനർജിയാണ്, വൈബ്രേഷൻ ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ഇമോഷൻസ് എനർജിയാണ്, ഫ്രീക്വൻസി ഉണ്ട്. വേർഡ്സ് എനർജിയാണ്, ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പം നമ്മളൊരു FM നമ്മൾ ട്യൂൺ ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് FM കിട്ടുന്നുണ്ട്. ഒരു ചാനൽ മാറ്റുമ്പം കറക്റ്റ് ആ ഫ്രീക്വൻസി ആ നമ്പറിൽ നമുക്ക് ചാനൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ള കരിയറിനും നമുക്കുള്ള റിലേഷൻഷിപ്പിനും ഹെൽത്തിനും മണിക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. നമ്മളാകുന്ന ചാനൽ, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഫ്രീക്വൻസിയിലോട്ട് ട്യൂൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡ് പവർ കോച്ചായിട്ടുള്ള മാം ചെയ്യുന്നത് ഇവരുടെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് മാറ്റുകയാണ്. അതെ, നമ്മൾ ഫ്രീക്വൻസി ട്യൂണിങ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്.
മെഡിറ്റേഷൻ ഉണ്ട് പ്രത്യേകം. യെസ്, നമ്മൾ ചില ദിവസം ലവ് ഫ്രീക്വൻസിയിലോട്ട് ട്യൂൺ ചെയ്ത് മാനിഫെസ്റ്റേഷനിൽ എത്തിക്കും. ചില ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസി ആയിരിക്കും, ചില ദിവസം ഫോർഗിവ്നെസ് ആയിരിക്കും, ചില ദിവസം കമ്പാഷൻ ആയിരിക്കും. ഓരോ ഫ്രീക്വൻസിയിലോട്ട് അവരെ ട്യൂൺ ചെയ്തിട്ട് അവരെ ഗോള് മാനിഫെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ട്യൂൺ ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ കൊടുക്കും അവർക്ക്. അതെ, അതായത് വിഷ്വലൈസേഷനും പവർഫുൾ ആയിട്ടുള്ള ഗൈഡഡ് വിഷ്വലൈസേഷൻ കൊടുക്കും. അപ്പം പൈസയാണ് എല്ലാവർക്കും അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യം. പക്ഷെ ആരും വേണ്ടാന്ന് പറയുന്നതും പൈസയാണ്. എല്ലാവരും പറയും പൈസക്കാരൻ അങ്ങനെയാണ് അല്ലെ, പൈസയോടെ എപ്പോഴും എതിർപ്പാണ്. പക്ഷെ എല്ലാവർക്കും വേണ്ടുന്നൊരു കാര്യം പൈസയാണ്. അത് പൈസ ഉണ്ടാക്കുന്നവൻ എന്തോ കള്ളപ്പണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരുപാട് ഇതുണ്ട്. പെട്ടെന്ന് കാശ് ഉണ്ടാക്കുന്ന സ്മഗിൾ ചെയ്തിട്ടാണ്. പക്ഷെ അവര് അതിന്റെ എഫേർട്ട് മനസ്സിലാവുന്നില്ല. സ്മഗിൾ ആണെങ്കിൽ പോലും അതിനകത്തൊരു എഫേർട്ട് ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് അത് ട്യൂൺ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അത് ഫലിക്കുന്നത്? കാരണം അയാൾക്കൊരു സ്പേസും ഇല്ല ലൈഫില് പൈസ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മണി ട്യൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മണി ട്യൂണിങ്? അങ്ങനെ ഇപ്പൊ നാളെ ഞാൻ മണി ട്യൂൺ അങ്ങനെ പറ്റില്ല. അതായത് നമുക്ക് എല്ലാവർക്കും മണി വൂൺസ് ഉണ്ടാവും. ഓരോരാൾക്കും മണി സ്റ്റോറി പറയാനുണ്ടാവും. അവരുടെ വീട്ടിൽ അവരുടെ ഫാദർ മണീനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, അവരുടെ മദർ മണീനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, ആ രീതിയിലാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡും ബിലീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതാദ്യം മാറ്റണം. മണി വൂൺസ് ആദ്യം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ മണി ഫ്രീക്വൻസിയിൽ എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ചിലവർ മണി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ വരും. പക്ഷെ ഞാൻ പറയാം അങ്ങനെ ഫോക്കസ് ചെയ്യരുത്. കാരണം നമ്മൾ ഗോൾസിനെ പറ്റി എപ്പോഴും ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ എപ്പോഴാണോ ഗോളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫെറാറി കാർ വേണം, ഇപ്പം എനിക്ക് ഫെറാറി കാർ വാങ്ങിച്ചു കഴിഞ്ഞ ആ മൊമെൻ്റ് തൊട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം അത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. എനിക്ക് ഫെറാറി കാറ് കിട്ടിയതായിട്ട് ഞാൻ ഫീൽ ചെയ്യണം, തിങ്ക് ചെയ്യണം, ബിലീവ് ചെയ്യണം, ആക്ട് ചെയ്യണം. അപ്പം അത് കിട്ടിയെന്നാണ് മൈൻഡ് അങ്ങ് വിശ്വസിക്കും. മൈൻഡിന് ഡിഫറൻസ് അറിയില്ല, ഇമാജിനേഷനും റിയാലിറ്റിയും ഡിഫറൻസ് അറിയില്ല. അങ്ങനെ വിശ്വസിക്കുക എന്ത് സംഭവിക്കും? അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രീക്വൻസിയിൽ ട്യൂണായി. പക്ഷേ യഥാർത്ഥത്തിൽ ഫെറാറി വന്നിട്ടില്ല. പക്ഷെ നമ്മൾ നിരന്തരം അത് അഫർമേഷനായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ നിരന്തരം അത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ മൈൻഡിന് ഡിഫറൻസ് അറിയില്ലല്ലോ. റിയാലിറ്റി എന്താണ്, ഇമാജിനേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുന്നതൊക്കെ റിയൽ ആണെന്ന് വിചാരിച്ചത് നമ്മളടുത്തേക്ക് എത്തിക്കാനുള്ള ആളുകളെ നമ്മളടുത്തേക്ക് കൊണ്ടുവരും. നമുക്ക് പോലും മനസ്സിലാവില്ല ആരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ അതെങ്ങനെയാണ് ആ കാര്യം നമുക്ക് വരുന്നത് എന്നുള്ളത്. നമ്മൾ പോലും അറിയാതെ ആ വ്യക്തികൾ, അതുപോലെ സാഹചര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയി വരും. ഇപ്പൊ ഞാനൊരു കോടീശ്വരൻ ആകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാല്, ഞാൻ അതേപോലെ ജീവിച്ചു കഴിഞ്ഞാല് പൈസ തന്നെ ഉണ്ടാവും? ഇല്ല. ആദ്യം നിങ്ങൾ കോടീശ്വരനാവാൻ നിങ്ങൾ ഡിസേർവിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം മണി ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് ഈസ് ഈക്വൽ ടു മണി അട്രാക്ഷൻ. നമ്മൾ ഒരുപാട് പണി എടുക്കണം ഇതിൻ്റെ പുറകെ. ഒരുപാട് വർക്ക് ഉണ്ട്, ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് വർക്ക് ഉണ്ട്. നമ്മൾ അത്രയും പ്യുവറസ്റ്റ് വേർഷനിൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മണിയൊക്കെ വരുള്ളൂ. ഇപ്പൊ പുറത്തൊരാൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ ഉള്ളിൽ ഹാപ്പിയാണ്, പോസിറ്റീവ് തോട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെ വിചാരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ എനർജി വേൾഡ്, ഇത് മാറ്ററാണ്, ഇത് മാറ്റർ വേൾഡ് ആണ്. എനർജി വേൾഡ് ഇൻസൈഡ് ആണ്. ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ക്വാണ്ടം ഫീൽഡ്. ഇന്നർ വേൾഡിൽ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള കുറ്റവും കമ്പാരിസണും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ പറ്റിയുള്ള പരാതിയും കംപ്ലയിൻസും ആണ് നമ്മൾ ചിന്തിക്കുന്നത്. പുറത്ത് ചിരിച്ചുകൊണ്ട് ഞാൻ ഫെറാറി വാങ്ങാൻ പോവാണ്, എനിക്ക് ഫെറാറി വേണം, അല്ലെങ്കിൽ എനിക്കൊരു കോടി രൂപ വേണം, നടക്കില്ല. ഇന്നർ വേൾഡ് മാറ്റണം. ഇന്നർ വേൾഡിൽ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യണം. അത് ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കും, ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ്. പ്രത്യേക ടിപ്സ് ഉണ്ട്. അതെ. ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റേജിലേക്ക് എത്താൻ കഴിയും? അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എപ്പോൾ എത്തിപ്പെടാൻ കഴിയും? അത് കറക്റ്റ് സമയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ടൈം പോലെയാണ്. ചിലവർക്ക് ശരിക്കും ഒരു 21 days കൊണ്ട് അലൈൻമെന്റിൽ എത്താൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ട്രാഫിക് മാറി കിട്ടാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ട്രാഫിക് മാറുന്നു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പാർക്കിംഗ് സ്ലോട്ട് കിട്ടുന്നു. അങ്ങനെ ചിലപ്പോൾ ദുബായ് പോലുള്ള നഗരങ്ങളിൽ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർക്കിംഗ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പാർക്കിംഗ് കിട്ടും. അത് ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷനാണ്. അതൊക്കെ ഒരു 21 days കൊണ്ട് നടക്കും. പക്ഷെ മണി മാനിഫെസ്റ്റേഷൻ, വലിയ വലിയ മാനിഫെസ്റ്റേഷന് ഇയേഴ്സ് ഓഫ് കണ്ടീഷനിങ് വേണം. ഇതിന് ഈ പവർ കൂടുതലായതുകൊണ്ട്, അതായത് മണിക്ക് പവർ കൂടുതലായതുകൊണ്ടാണോ ഈ ടൈം പീരീഡ് കൂടുതൽ എടുക്കുന്നത്? മണിക്ക് നെഗറ്റീവായിട്ട് നമ്മൾ
ബിലീഫ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അത് ലേറ്റ് ആവുന്നത്. കാരണം നമ്മൾ മൂവീസിലൊക്കെ കണ്ടിരിക്കുന്നത് മണിയുള്ള ആൾക്കാർ വില്ലന്മാരാണ്, നായകന്മാർ എപ്പോഴും പാവപ്പെട്ടതാണ്. വീട്ടിൽ നമ്മളെ കണ്ടീഷൻ ചെയ്തത് അങ്ങനെയാണ്, മണി എന്തോ വലിയൊരു തെറ്റുകാരനാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ കണ്ടീഷൻ ചെയ്തത്. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണം മണി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ആളെ പറ്റിക്കലാണ്. അതെ അതെ. അപ്പൊ ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് ബിസിനസ്സുകാരൻ. അതെ, അവള് മണി മൈൻഡഡ് ആണ്, ഇവള് മണി മൈൻഡഡ് ആണ്, ഇങ്ങനെയാണ് ആളുകൾ സംസാരിക്കുന്നത്. ആക്ച്വലി അത് നമ്മൾ പറയുമ്പോൾ മൈൻഡിന് അവളോ ഇവളോ അറിയില്ല, ഞാനേ അറിയുള്ളൂ. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാം പറഞ്ഞ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് മാമിന്റെ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള സ്റ്റുഡൻസ് തന്നെ അവരുടെ ഫാമിലിയുള്ള ആളുകളെ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടിയല്ലേ എന്ന് തള്ളിക്കളയുന്നു. ആ ഒരു മണിക്കൊരു പവർ ഉണ്ട്. അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഗ്രോ ആയി നമുക്കത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റൂലേ. അതെ, അതായത് ഈ പൈസ മാത്രമാണ് ആളുകൾ കാണുന്നത്. നമ്മളൊരു കാര്യം ലൈഫിൽ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യില്ലേ. ഇപ്പൊ നാട്ടില് കല്യാണം നടത്താൻ വേണ്ടി നമ്മൾ പ്രോപ്പർട്ടി സെല് ചെയ്യുന്നു, അല്ലെങ്കിൽ ആകെ ചിലപ്പം നമുക്കുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ വിറ്റിട്ടൊക്കെ ആയിരിക്കും കല്യാണം നടത്തുന്നതൊക്കെ. അപ്പം സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ട് എത്രയോ പേർക്ക് ജോലി കിട്ടിയവരുണ്ട്, ഡബിൾ സാലറി കിട്ടിയവരുണ്ട്, കംപ്ലീറ്റ് ലോൺ ക്ലോസ് ചെയ്തവരുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നിടത്തുനിന്ന് തിരിച്ചു വന്ന് ലോൺ ക്ലോസ് ചെയ്ത ആളുകളുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 2 മാസം മുന്നേ ഒരിക്കലും വിറ്റ് പോകാത്തൊരു പ്രോപ്പർട്ടി, ഒരിക്കലും വിൽക്കില്ല എന്ന് ഉറപ്പിച്ച പ്രോപ്പർട്ടി അവര് ഗ്രാറ്റിറ്റ്യൂഡും കുറച്ച് ടെക്നിക്സ് ഒക്കെ ചെയ്തിട്ട് 1.5 CR അത് സെല് ചെയ്തു. അത്ഭുതം തന്നെയാണ്. നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്ത് തന്നെയാണെങ്കിലും എല്ലാവർക്കും എല്ലാം ഉണ്ടാകട്ടെ. കാരണം റിലേഷൻഷിപ്പ് ആണെങ്കിലും പൈസ ആണെങ്കിലും ലൈഫാണെങ്കിലും ആർക്കെങ്കിലും ജീവിതം മാറ്റണം അല്ലെങ്കിൽ ജീവിതം മറിയണം എന്നുണ്ടെങ്കിൽ മാമിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മതി. മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ മറ്റൊരാൾക്ക് കഴിയും. ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരും. താങ്ക് യു.